ലോകത്തിന് മുമ്പിലുള്ള ഇന്ത്യയുടെ അഭിമാനമാണ് ടാറ്റ എന്ന് പറയുന്നത്. ഈ ടാറ്റ സൺസിൻ്റെ തലപ്പത്തേക്ക് ഒരു മലയാളി ആദ്യമായിട്ട് വരുന്നു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു. സത്യമാണോ? ടാറ്റ സാമ്രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള മേധാവിയായിട്ട് TV നരേന്ദ്രൻ വരും എന്നാണ് ഇപ്പോഴത്തെ സൂചന. TV നരേന്ദ്രൻ ഈ കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാര്യരുടെ കൊച്ചുമകൻ ആണ്. ഇക്കണ്ട വാര്യരുടെ മകൻ വിശ്വനാഥൻ. വിശ്വനാഥൻ്റെ മകനാണ് നരേന്ദ്രൻ. നരേന്ദ്രൻ്റെ അച്ഛൻ വിശ്വനാഥനും ടാറ്റ സ്റ്റീലിലായിരുന്നു ജോലി. ഇപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ MD മാനേജിങ് ഡയറക്ടറാണ് TV നരേന്ദ്രൻ. അപ്പോൾ N ചന്ദ്രശേഖരൻ ഇപ്പോൾ ടാറ്റ സൺസിൻ്റെ ചീഫായ N ചന്ദ്രശേഖരൻ രാജിവെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാരനാണ്. ചന്ദ്രശേഖരൻ ഫെബ്രുവരി വരെ ഉണ്ടാവും, 2027 ഫെബ്രുവരി വരെ. അതിനു മുമ്പ് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് പുതിയ ആളാരാണെന്ന് തീരുമാനിക്കും. അപ്പോൾ അത് നരേന്ദ്രനായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അതെന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ നരേന്ദ്രൻ ഇപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ MD 61 വയസ്സ്. അപ്പോൾ ചന്ദ്രശേഖരന് 63 വയസ്സ്. ഈ ടാറ്റയുടെയൊക്കെ മൊത്തം കേന്ദ്രത്തിന് ബോംബെ ഹൗസ് എന്നാണ് പറയുക, മുംബൈയിൽ. ആ ബോംബെ ഹൗസിൽ ചീഫായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത്. കാരണം ആഗോളതലത്തിൽ തന്നെ സ്ഥാപനങ്ങളുണ്ട്. അതൊരു സാമ്രാജ്യമാണ്. സാമ്രാജ്യത്തിൻ്റെ അധിപതി ആവുകയാണ്. ഇത് ഈ സ്വതന്ത്ര കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ എന്ന് പറഞ്ഞല്ലോ. ആ പ്രധാനമന്ത്രിക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എടക്കുന്നി വാര്യത്തെ കാരണവരായിരുന്നു ഇക്കണ്ട വാര്യർ. അപ്പോൾ ലളിത ജീവിതത്തിന് അറിയപ്പെട്ട ആളാണ്. 1948 അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അത് കഴിഞ്ഞത് തിരുക്കൊച്ചിയൊക്കെ ആയിട്ട് മാറിയല്ലോ. തിരുവിതാംകൂറും കൊച്ചിയായിട്ട് ലയിക്കുകയൊക്കെ ചെയ്തു. 1890 ജൂണിലാണ് ഇക്കണ്ട വാര്യർ ജനിച്ചത്. 1977 ജൂൺ 8-ാം തീയതിയാണ് അദ്ദേഹം മരിച്ചത്, ഇക്കണ്ട വാര്യർ. അപ്പോൾ ഇക്കണ്ട വാര്യരുടെ കുടുംബത്തിൽ നിന്ന് ടാറ്റ സ്റ്റീലിൽ 2 പേര് വന്നു. അതിലൊരാൾ അതിൻ്റെ MD ആയി. അത് കഴിഞ്ഞപ്പോൾ ടാറ്റ സാമ്രാജ്യത്തിൻ്റെ തന്നെ മേധാവിയാകും എന്നാണ് സൂചന. അപ്പോൾ 1965 ജൂൺ 2-ാം തീയതി തമിഴ്നാട്ടിലാണ് ട്രിച്ചി ഈ ശരിക്ക് നരേന്ദ്രൻ കുടുംബം അവിടെയായിരുന്നു. പക്ഷെ ജനിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ജംഷഡ്പൂരിൽ തന്നെ ആണെന്നാണ്. കുടുംബ വേരുകളാണ്. വിശ്വനാഥൻ്റെ ഒക്കെ വീടുമൊക്കെ ട്രിച്ചിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ NIT-യിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ട്രിച്ചിയിലാണ് പഠിച്ചത്. IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കൊൽക്കത്ത, അവിടെ നിന്നാണ് MBA പഠിച്ചത്. 1988 ടാറ്റ സ്റ്റീലിൽ ചേർന്നു. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ജോലി ചെയ്തു. അപ്പോൾ മാർക്കറ്റിംഗ്, സെയിൽസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, സപ്ലൈ ചെയിൻ, പ്ലാനിങ്, ഓപ്പറേഷൻസ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലും ജോലി ചെയ്തു ഇത്രയും കാലം. അപ്പോൾ എന്തുകൊണ്ടാണ് ടാറ്റ സ്റ്റീൽ തന്നെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാനും അത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. അക്കാലത്ത് ഒരുപാട് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് കൺസൾട്ടിങ് കമ്പനികളും ഇല്ല ലോകത്ത് അധികം. അപ്പോൾ മറ്റ് കമ്പനികളില്ല. പിന്നെ എൻജിനീയറിംഗ് മേഖലയിലായിരുന്നു എനിക്ക് താല്പര്യം, അതുകൊണ്ട് ചെയ്തതാണ് എന്നാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് വായിച്ചത്. 2013 ടാറ്റ സ്റ്റീൽ ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതിൻ്റെ MD ആയി. 2013 4 വർഷത്തിന് ശേഷം ടാറ്റ സ്റ്റീലിൻ്റെ ഗ്ലോബൽ CEO ആയി, ആഗോള മേധാവിയായി. അപ്പോൾ ആ ആഗോള മേധാവി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മൊത്തം ടാറ്റ സൺസ് എന്ന് പറഞ്ഞ എൻറ്റിറ്റിയാണ് മൊത്തം ടാറ്റ കമ്പനികളുടെ നിയന്ത്രണ സ്ഥാപനം ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്, അതിൻ്റെ CEOയും ഒക്കെ ആയിട്ട് വരുന്നത്.
ചന്ദ്രശേഖരൻ 40 വർഷം ടാറ്റയിൽ ഉണ്ടായിരുന്നു. 2017 ചെയർമാൻ ആയത്. അപ്പോൾ 2017 നരേന്ദ്രൻ ടാറ്റ സ്റ്റീൽ ഏറ്റെടുക്കുമ്പോൾ കടത്തിലായിരുന്നു ടാറ്റ സ്റ്റീൽ. അതിനെ ടേൺ അറൗണ്ട് ചെയ്തു എന്നുള്ളത് നരേന്ദ്രൻ്റെ ഒരു കഴിവാണ്. 2 ആഴ്ച ഈ ടാറ്റ സ്റ്റീൽ നരേന്ദ്രനെ ഏറ്റെടുത്ത് 2 ആഴ്ചക്കുള്ളിൽ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു പ്ലാന്റിൽ ഗ്യാസ് ഹോൾഡർ പൊട്ടിത്തെറിച്ചു, സ്ഫോടനം ഉണ്ടായി, ഒരാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു, അതുമായി ഈ സ്ഫോടനമായിട്ട് ബന്ധമില്ല, ഖനികൾ അടച്ചിടാൻ ഒരു വിധി വന്നു. അങ്ങനെ ടാറ്റയുടെ ഈ ഇരുമ്പ് ഇവിടെ തന്നെ അയിര് ഉരുക്കാക്കി മാറ്റുന്ന സംവിധാനമൊക്കെ മാറ്റിയിട്ട് ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു ടാറ്റ സ്റ്റീലിന്. UK, നെതർലൻഡ്സ് അവിടെയൊക്കെ റീസ്ട്രക്ചറിങ് ഒക്കെ വേണ്ടി വന്നു. ഇന്ന് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ. 12% വളർച്ച കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായി. 2318.4 കോടി രൂപയാണ് ലാഭം ടാറ്റ സ്റ്റീലിൻ്റെ. അപ്പോൾ തീർച്ചയായും ഇതൊക്കെ ഏറ്റെടുക്കാവുന്ന ഒരാൾ മൊത്തം ടാറ്റ സ്ഥാപനങ്ങളിൽ നോക്കുമ്പോൾ നരേന്ദ്രനാണ് എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. നരേന്ദ്രൻ, അതായത് ടാറ്റയുടെ 2 ട്രസ്റ്റുകളുണ്ട്. ആ 2 ട്രസ്റ്റുകളെയും നയിക്കുന്നത് നോയൽ ടാറ്റയാണ്. ഈ നോയൽ ടാറ്റയ്ക്ക് വലിയ അടുപ്പമുള്ള ആളാണ് നരേന്ദ്രൻ. അതാണ് നരേന്ദ്രൻ തലപ്പത്ത് വരുന്നുള്ള സൂചനയ്ക്ക് പ്രധാനം. നോയൽ ടാറ്റ ആണല്ലോ ഒരു പ്രധാനി മൊത്തം ട്രസ്റ്റുകളിൽ. അപ്പോൾ പിന്നെ വേറെ ചില പേരുകൾ വരുന്നുണ്ട്, അതും കൂടി പറയാം. നരേന്ദ്രനാണ് സാധ്യതയെങ്കിലും സൗരഭ് അഗർവാൾ, ടാറ്റ സൺസിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പേര്. ശൈലേഷ് ചന്ദ്ര, MD ഓഫ് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ MD. സാധ്യത കുറവാണ്. ടാറ്റ മോട്ടോഴ്സ് ഒന്നും വലിയ ഒരു ഈ ആഗോളതലത്തിൽ പിടിക്കാൻ പറ്റിയ ആളല്ലല്ലോ. അല്ല. അപ്പോൾ മാത്രമല്ല ഒരു എൻറ്റിറ്റിയുടെ മാത്രമാണല്ലോ. പിന്നെ നോയൽ ടാറ്റയുടെ പേരും വരുന്നുണ്ട്. പക്ഷേ ടാറ്റ ട്രസ്റ്റുകളുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ടാറ്റ സൺസിൻ്റെ തലപ്പത്തേക്ക് വരരുത് എന്ന് അവരുടെ ബൈലോയിലുണ്ട്, അവരുടെ ഭരണഘടനയിലുണ്ട്. അപ്പോൾ നേരത്തെ സൈറസ് മിസ്ട്രി ഇതിൻ്റെ വലിയ തലപ്പത്തൊക്കെ വന്നിട്ട് സൈറസ് മിസ്ട്രി പോയല്ലോ. അത് കഴിഞ്ഞ് രത്തൻ ടാറ്റ ഇടക്കാലത്തേക്ക് വന്നതുപോലെ നോയൽ ടാറ്റ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് അതിൽ കണ്ടത്. പക്ഷേ ടാറ്റ ട്രസ്റ്റിൻ്റെയും ടാറ്റ സൺസിൻ്റെയും ചെയർമാൻ ഒരാളായി കൂടാ എന്നാണ് നിയമം. അപ്പോൾ CEO ഓഫ് ട്രെൻഡിൻ്റെ CEO P വെങ്കടേശലുവിൻ്റെ പേര് ഉണ്ട്. ഹരീഷ് ഭട്ട്, ടാറ്റ സൺസിൻ്റെ ബ്രാൻഡ് കസ്റ്റോഡിയൻ, അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. ഈ ആർട്ടിക്കിൾ 118 സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം പറയുന്നുണ്ട്. അവരുടെ ബൈലോയിൽ 118-ാം വകുപ്പ് 5 അംഗ സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ ടാറ്റ സൺസിൻ്റെ ചെയർമാനെ തീരുമാനിക്കുക. അതിൽ ടാറ്റ ട്രസ്റ്റുകളിൽ നിന്ന് 3 പേരുണ്ടാവും സെലക്ഷൻ കമ്മിറ്റിയിൽ. അവർ മുഴുവൻ നോയൽ ടാറ്റ പറയുന്ന ആളെയാണല്ലോ. അതെ. അപ്പോൾ മറ്റേ നരേന്ദ്രന് സാധ്യത കൂടുന്നു. പിന്നെ ഒരാൾ ടാറ്റ സൺസിൽ നിന്ന് ഒരു 5ാമത്തെ ആൾ സ്വതന്ത്രനാണ്, പുറത്തു നിന്നാണ് വരിക. ആ 5 അംഗ കമ്മിറ്റിയിൽ നിർദ്ദേശിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ. അപ്പോൾ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്കണ്ട വാര്യരുടെ മകൻ വിശ്വനാഥൻ്റെ കാര്യം പറഞ്ഞല്ലോ. വിശ്വനാഥൻ്റെ മകനാണ് നരേന്ദ്രൻ എന്നുള്ളത്. ജംഷഡ്പൂരിൽ എൻജിനീയറായിരുന്നു വിശ്വനാഥൻ. ഈ നരേന്ദ്രൻ അവിടെ ജംഷഡ്പൂരിൽ ടാറ്റ ഹോസ്പിറ്റലിലാണ് ജനിച്ചതെന്നാണ് ഈ കുടുംബത്തിലെ ഒരാൾ എന്നോട് പറഞ്ഞത്. വളർന്നതൊക്കെ ട്രിച്ചിയിലാണെങ്കിലും. അപ്പോൾ ഈ അതായത് വിശ്വനാഥനും ഈ ഭാര്യ ഇന്ദിരയെയും അവസാന കാലത്ത് ഈ ട്രിച്ചിയിൽ നിന്ന് ജംഷഡ്പൂരിലേക്ക് നരേന്ദ്രൻ കൊണ്ടുപോയിരുന്നു. അവർ രണ്ടുപേരും അവിടെയാണ് മരിച്ചത്. നരേന്ദ്രൻ്റെ അച്ഛനമ്മമാർ അവിടെ തന്നെയാണ് ശവദാഹവും ഒക്കെ നടത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ വേരുകളുള്ള ഒരാൾ ആദ്യമായി ടാറ്റ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് വരും എന്നുള്ള സൂചന.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.